ഗസ മുനമ്പിൽ വലിയ തോതിലുള്ള സൈനിക നീക്കത്തിന് പദ്ധതിയിടുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫ്. IDFന്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മേജർ ജനറൽ ഇയാൽ സമീർ ഹമാസിനെതിരെ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് നീക്കങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേലി വെബ്സൈറ്റ് വല്ല റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ രീതിയിൽ മാറ്റം വരുത്തിയാകും സമീറിന്റെ പദ്ധതിയുടെ തുടക്കം. കരയിലെ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങളിലൂടെയും പ്രദേശങ്ങളുടെ തുടർച്ചയായ നിയന്ത്രണത്തിലൂടെയും ഗസയിൽ യുദ്ധം ചെയ്യുക എന്ന ആശയം മാറ്റും. പകരം വ്യോമാക്രമണം കടുപ്പിക്കാനും കരയിൽ കനത്ത വെടിവെപ്പ് നടത്താനുമാണ് പദ്ധതിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സദേൺ കമാൻഡിൽ ഒരു സ്ഥിതി വിലയിരുത്തൽ നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ഇയാൽ സമീർ, മുൻ IDF മേധാവി ഹെർസി ഹാലേവി ഇവർക്കൊപ്പം മറ്റ് ജനറൽമാരും യോഗത്തിൽ പങ്കെടുത്തു. സദേൺ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യുദ്ധ പദ്ധതികളുടെ വിവിധ ഘട്ടങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തന്റെ നേതൃത്വത്തിൽ പോരാട്ടം വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഇയാൽ സമീർ പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കനത്ത ആക്രമണങ്ങൾ നടത്താനാണ് പദ്ധതിയിടുന്നത്. ബന്ദിമോചനം വേഗത്തിലാക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും സമീർ പറയുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലും പട്ടണങ്ങളിലും പ്രവേശിക്കുന്ന ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതിനു പകരം അവിടെ തന്നെ തുടരും. പ്രദേശം കൈവശപ്പെടുത്താനും നിയന്ത്രിക്കാനുമായി നിരവധി ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് സമീർ ഉദ്ദേശിക്കുന്നതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. വലിയ തോതിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ സിവിലിയന്മാർക്ക് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും മാനുഷിക പാതകൾ തുറക്കാനും ഇസ്രായേൽ സൈന്യം പ്രവർത്തിക്കുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7 സൈന്യത്തിന്റെ പരാജയങ്ങളുടെ പേരിൽ രാജി പ്രഖ്യാപിച്ച ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലേവിക്ക് പകരക്കാരനായാണ് ഇയാൽ സമീർ നിയമിതനായത്. ഗസയിലെ വെടിനിർത്തൽ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു IDF തലപ്പത്തേക്ക് സമീറിന്റെ വരവ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സമീറിനെ ലഫ്റ്റനന്റ് ജനറൽ പദവിയിലേക്ക് ഉയർത്തിയാണ് സൈന്യത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് സമീറിന്റെ പ്രധാന ദൗത്യമെന്ന് ടെലവിവിലെ കിരിയ സൈനിക താവളത്തിൽ നടന്ന കമാൻഡ് മാറ്റ ചടങ്ങിൽ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ മാറ്റി, ഇനിയും കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു മുന്നറിയിപ്പും നെതന്യാഹു അന്ന് നൽകിയിരുന്നു. ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ നിരന്തരമായ പോരാട്ടം ആവശ്യമെന്നായിരുന്നു സമീർ പറഞ്ഞിരുന്നത്. കൂടുതൽ സൈനിക ശക്തിപ്പെടുത്തലിനും ഉയർന്ന പ്രതിരോധ ബജറ്റിനും ആഹ്വാനം ചെയ്ത സമീർ മാറ്റങ്ങളുടെ സൂചന അന്ന് തന്നെ നൽകിയിരുന്നു. പിന്നാലെയാണ് ഗസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കാൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യുദ്ധക്കെടുതിയിൽ തകർന്ന ഗസയിലേക്ക് എല്ലാ സഹായ സാമഗ്രികളും ഇസ്രായേൽ സൈന്യം തടഞ്ഞിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഫലസ്തീനായി നീക്കിവെച്ചിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ഡോളർ US സർക്കാർ നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ലഭ്യമായിരുന്ന പല അടിസ്ഥാന സാധനങ്ങളും ഇപ്പോൾ ഗസയിൽ ലഭ്യമല്ല. കിട്ടുന്ന സാധനങ്ങളുടെ വില ജനങ്ങൾക്ക് താങ്ങാനും കഴിയുന്നില്ല. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം കരീം അബു സലേം ക്രോസിംഗിൽ നിന്ന് വരുന്ന നിരവധി ട്രക്കുകൾക്കായി പ്രധാന പാതയിൽ കാത്തുനിൽക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ നിരാശയാണ് ഫലം. ഗസ നഗരത്തിനും ക്രോസിംഗുകൾക്ക് സമീപവും പാർക്ക് ചെയ്തിരിക്കുന്ന ഒഴിഞ്ഞ ട്രക്കുകൾ മാത്രമേ ഇപ്പോൾ കാണാനാകുന്നുള്ളൂ. ഭക്ഷണം മാത്രമല്ല, ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ആശുപത്രികളുടെ പ്രവർത്തനവും തകരാറിലാണ്. ഇതിനിടെയാണ് ഗസയെ ചാരമാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളുമായി പുതിയ IDF മേധാവി മുന്നോട്ട് പോകുന്നത്.